ഇടപാടുകൾക്ക് വരും വർഷങ്ങളിൽ ചാർജ് ഈടാക്കുമെന്ന സൂചന നൽകി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മേധാവി ദിലീപ് ആസ്പെ. വലിയ വ്യാപാരികളിൽ നിന്നായിരിക്കും അധിഷ്ഠിത ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുകയെന്നാണ് ഒരു ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്. അടുത്ത 3 വർഷത്തിനിടെ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടപാടുകൾക്ക് സർവീസ് ചാർജ് വരുമെന്ന തരത്തിൽ കുറച്ചു നാളായി പ്രചാരണം നടക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇടപാടുകളെ നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മേധാവി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. വ്യക്തികളിൽ നിന്നും ചെറിയ വ്യാപാരികളിൽ നിന്നും ചാർജ് ഈടാക്കാൻ പദ്ധതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ പണമിടപാടുകൾക്ക് പകരമായി ഇടപാടുകളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും യുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പരമാവധി ഊർജ്ജം ചിലവഴിക്കുന്നതെന്നും ദിലീപ് ആസ്പെ പറഞ്ഞു. ബോംബെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വരും കാലങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്കായി ഒട്ടേറെ പണം ആവശ്യമായി വരും. കൂടുതൽ ഉപയോക്താക്കൾ ഇടപാടുകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴും ക്യാഷ് ബാക്ക് പോലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിനുമെല്ലാം പണം ആവശ്യമായി വരും. 50 കോടി ആളുകൾ കൂടി സംവിധാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ദീർഘകാല സാഹചര്യത്തിൽ ന്യായമായ ഒരു ചാർജ് വലിയ വ്യാപാരികളിൽ നിന്നും ഈടാക്കേണ്ടി വരും. ചെറിയ വ്യാപാരികൾക്ക് ഇത് ബാധകമല്ല. പക്ഷേ ഇത് എന്ന് മുതൽ വരുമെന്ന് പറയാനാവില്ല. ചിലപ്പോൾ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ എടുത്തേക്കാം. അതുമല്ലെങ്കിൽ 3 വർഷത്തിനകമായിരിക്കും ഇത് നടപ്പാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു.